ജനസമക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. സ്റ്റാർ വിഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ ജനസമക്ഷം പരിപാടിയുടെ അവസാനത്തെ എപ്പിസോഡാണിത്. തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം. നമ്മുടെ നാട് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം നമുക്ക് നിക്ഷിപ്തമായിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഭരണാധികാരി ആരായിരിക്കണമെന്നും നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള ഏക അവസരം തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞു. കോരിച്ചെരിയുന്ന മഴയത്തും ആവേശം അലതല്ലിയടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ വർദ്ധിത വീരവുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രംഗത്തുള്ളത്. നമ്മുടെ നാട് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് ലഭിക്കുന്ന അപൂർവ അവസരം. 5 വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ അവസരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുക. നമ്മുടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങളോടൊപ്പം അഴിമതിയില്ലാത്ത ജനപ്രതിനിധികളെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിക്കുക. ഇത് പുറമേരി കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കോരിച്ചെരിയുന്ന മഴയത്തും 1000-ലധികം ജീവനക്കാരാണ് തെരഞ്ഞെടുപ്പ് ജോലിയുടെ സാമഗ്രികൾ കൈപ്പറ്റാനായി ഇവിടെ എത്തിയത്. കനത്ത മഴ ഒരേപോലെ എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും സ്കൂളിന്റെ അകത്തളങ്ങളിൽ പ്രധാന ചർച്ച രാഷ്ട്രീയം തന്നെ. കിട്ടിയ പഞ്ചായത്ത് ഏത് വാർഡ്, പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ്, ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു എല്ലാവരുടെയും നാവിൻ തുമ്പിലുണ്ടായിരുന്നത്. ഗ്രൗണ്ട് നിറഞ്ഞ് വാഹനങ്ങൾ പുറമേരി ടൗണിന്റെ ഇരുഭാഗങ്ങളിലുമായി കിലോമീറ്റർ ദൂരത്തോളം പാർക്ക് ചെയ്യുന്നതും കാണാമായിരുന്നു. ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ടാക്സി ജീപ്പുകളും സ്വകാര്യ ബസ്സുകളും പിടിച്ചെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ മാത്രമായി 500-ലധികം വാഹനങ്ങൾ തെരഞ്ഞെടുപ്പിനായി പിടിച്ചെടുത്തതായാണ് കണക്ക്. സർക്കാരിന്റെ ശക്തമായ നിർദ്ദേശമുള്ളതിനാൽ കെണിയിൽപ്പെട്ട വാഹനങ്ങൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രതിഫലം നൽകുമെന്നുള്ള അറിയിപ്പ് മാത്രമാണ് അവർക്ക് ആവേശം പകരുന്നത്. ജില്ലയിൽ 5769 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 75 ഗ്രാമപഞ്ചായത്തുകളിലായി 4408 സ്ഥാനാർത്ഥികൾ. ബ്ലോക്കിൽ 2012, ജില്ലാ പഞ്ചായത്തിൽ 123 പേർ. ആകെ കോഴിക്കോട് ജില്ലയിൽ 21,63,750 വോട്ടർമാരാണുള്ളത്. 74 ഗ്രാമപഞ്ചായത്തുകൾ, 12 ബ്ലോക്ക് പഞ്ചായത്ത്, 26 ജില്ലാ പഞ്ചായത്ത്. ഇങ്ങനെയാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ നേർചിത്രം. 50% സംവരണമെന്ന മാജിക് നമ്പറിൽ നടക്കുന്ന ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് എന്ന പ്രത്യേകതയും ഇപ്രാവശ്യമുണ്ട്. സ്ത്രീകളുടെ സജീവ സാന്നിധ്യം തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് ജോലിയിലും ഇപ്രാവശ്യം എവിടെയും കാണാം. അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ ഉദ്ധാരണത്തിന് വേണ്ടി എന്നാണ് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വം ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 3221 പോളിംഗ് സ്റ്റേഷനുകളിലായി 8000-ലധികം പോലീസുകാരെ ഇതിനകം നിയമിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ 23,743 ഉദ്യോഗസ്ഥരാണ് കോരിച്ചെരിയുന്ന മഴയത്തും ജില്ലയുടെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ നിയമിച്ചത്. നാദാപുരം സർക്കിൾ പരിധിയിലെ മുഴുവൻ ബൂത്തുകളും പ്രശ്നബാധിതമെന്ന ഗണത്തിലാണ് പോലീസ് റിപ്പോർട്ട്. നാദാപുരം സ്റ്റേഷൻ പരിധിയിൽ 126, വളയം സ്റ്റേഷൻ പരിധിയിൽ 90 ബൂത്തുകളാണ് പ്രശ്നബാധിതമായിട്ടുള്ളത്. നാദാപുരം സർക്കിൾ പരിധിയിൽ ശക്തമായ പോലീസ് മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 10 പേരടങ്ങുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് നാദാപുരം വളയം സ്റ്റേഷൻ പരിധിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറുടെ കീഴിലുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സ് സർക്കിൾ പരിധിയിൽ 2 വീതമാണുള്ളത്. എല്ലാവിധ സജ്ജീകരണത്തോടെയുമുള്ള 10 പോലീസ് ജീപ്പുകൾ സർക്കിൾ പരിധിയിലുണ്ട്. ഒരു SIയുടെ കീഴിൽ 5 പോലീസുകാർ വീതമുള്ള പോലീസ് ജീപ്പിൽ ടിയർ ഗ്യാസ്, തോക്ക് തുടങ്ങിയ അത്യാധുനിക രീതിയിലുള്ള ആയുധങ്ങളും ഉണ്ടാകും. ഓരോ ബൂത്തിലും ഓരോ പോലീസുകാരനെയും പ്രത്യേകം വിന്യസിച്ചിട്ടുണ്ട്. ബൂത്തിലിരിക്കുന്ന പോലീസുകാരനും പോലീസ് വാഹനത്തിലെ പോലീസുകാർക്കും പ്രത്യേക മൊബൈൽ സിം കാർഡ് നൽകിയത് വഴി പരസ്പരം ബന്ധപ്പെടുവാനുള്ള പ്രത്യേക സംവിധാനവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. 15 മിനിറ്റ് ഇടവിട്ട് ഓരോ ബൂത്തും സന്ദർശിക്കാനുള്ള കർശന നിർദ്ദേശം പോലീസ് വാഹനത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. വളയം സ്റ്റേഷനിൽ പുതുതായി CI വിനോദിനെ പ്രത്യേകം നിയമിച്ചിട്ടുണ്ട്. 93 കെട്ടിടങ്ങളാണ് നാദാപുരം സർക്കിൾ പരിധിയിൽ ബൂത്തുകളായിട്ടുള്ളത്. നാദാപുരം സ്റ്റേഷൻ പരിധിയിൽ 34 ASIമാരെയും SIമാരെയും ഇതിനകം നിയമിച്ചു കഴിഞ്ഞു. കൂടാതെ ഇവരെ സഹായിക്കാനായി 118 പോലീസുകാരും. ഇവർക്കൊപ്പം സ്പെഷ്യൽ പോലീസായി 66 പേരുമുണ്ട്. വളയം സ്റ്റേഷനിൽ മാത്രമായി 17 ASIമാരും SIമാരെയും ഇതിനകം നിയമിച്ചു കഴിഞ്ഞു. 41 സ്പെഷ്യൽ പോലീസ് അടക്കം 83 പേരെയും പ്രത്യേകം ഇവിടെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കവർന്നത് 24 കോടിയായിരുന്നു.
ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായി വിശേഷിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾ നമ്മൾ ആരും പരിഗണിക്കാറില്ല. പക്ഷേ പണം ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓരോ വ്യക്തിയും സ്വയം ആലോചന നടത്തേണ്ടതാണ്. 2007 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് 35 കോടി. ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 60 കോടി ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 16 കോടി പോലീസിന്റെ സേവനത്തിനും സുരക്ഷാ സംവിധാനത്തിനുമായി ചെലവിടാനുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ 22,000 വാർഡുകളിലാണ് ഇന്നും തിങ്കളാഴ്ചയുമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ നേതൃത്വം ഔദ്യോഗികമായിട്ട് തന്നെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു കഴിഞ്ഞു. ഇടതുകൈയിലെ ചുണ്ടുവിരലിൽ മഷി പുരട്ടുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും സ്വയം ഓർക്കുക, ആരാണ് യഥാർത്ഥ ജനസേവകർ? പോളിംഗ് ബൂത്തിലെ കാർഡ്ബോർഡ് മറക്കുള്ളിൽ നാം ഒറ്റയ്ക്കാണ്. നമുക്ക് കൂട്ടിനുള്ളത് സീലും ബാലറ്റ് പേപ്പറും മാത്രമാണ്. സീൽ ഉയർത്തി ബാലറ്റ് പേപ്പറിൽ അമർത്തുമ്പോൾ ജനാധിപത്യത്തിന്റെ സാക്ഷാത്കാരമാണ് പൂർത്തിയാവുന്നത്. നിങ്ങളുടെ വോട്ടുകൾ കൂടിച്ചേർന്നാണ് ജനവിധിയുടെ മഹാപ്രളയം സൃഷ്ടിക്കുന്നത്. ജനവിധി എന്നത് ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു അപൂർവ പ്രതിഭാസമായിട്ടാണ്. ലോകരാഷ്ട്രങ്ങൾ തന്നെ ജനാധിപത്യത്തിന്റെ സമസ്ത മേഖലകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തുമ്പോഴും നമ്മുടെ വാർഡുകളിൽ ആര് ജയിക്കുമെന്നത് നമുക്കിപ്പോഴും അജ്ഞാതമാണ്. 1000-ലധികം വോട്ടർമാരുള്ള നമ്മുടെ വാർഡുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഓരോ പാർട്ടികൾ തമ്മിലും നടക്കുന്നത്. അത് ജനാധിപത്യത്തിന്റെ ഒരു മഹാവിജയം തന്നെയാണ്. നമുക്ക് നേടിയെടുക്കാനുള്ളത് ആ വിജയത്തിൽ നിന്നും ഉരുത്തിരിയുന്ന നന്മയുടെ ഒരു വശം കൂടിയാണ്. നന്മയുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വോട്ട് ചെയ്യാനുള്ള പ്രചോദനമാണ് നമുക്ക് വേണ്ടത്. അഴിമതിക്കെതിരെയുള്ള ഇടിമുഴക്കമായി ബാലറ്റ് പേപ്പറിലൂടെ നമുക്ക് പ്രതിഫലിപ്പിക്കാം. അതിനായിട്ടായിരിക്കണം നമ്മുടെ വോട്ട്. വികസനത്തോടൊപ്പം അഴിമതിയില്ലാത്ത ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത്. ജനാധിപത്യത്തിന്റെ സർവാധിപത്യമായ ജനവിധി നമ്മളിലൂടെ നടക്കുകയാണ്. ആരും അറച്ചു നിൽക്കേണ്ട ഒരു കാലാവസ്ഥയല്ല ഇത്. നമുക്ക് ചുറ്റും ശക്തമായ മഴ തിമിർത്ത് പെയ്യുമ്പോഴും ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായി നമ്മൾ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ആവേശപൂർവ്വം പങ്കെടുക്കേണ്ടത് ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട കടമ തന്നെയാണ്. അതിന് പോളിംഗ് ബൂത്തിലേക്ക് എത്ര ദൂരമുണ്ടായാലും ഓരിച്ചെരിയുന്ന മഴ നമുക്ക് തടസ്സമായി നിന്നാലും നമ്മുടെ വാർഡുകളിൽ ആര് ജയിക്കണമെന്നും നമ്മുടെ നാട് ആര് ഭരിക്കണമെന്നും നമ്മുടെ നാട്ടുകാരുടെ രീതിശാസ്ത്രം ഏത് രീതിയിലായിരിക്കണമെന്നും പ്രവചിക്കാനും പ്രതിഫലിപ്പിക്കാനും വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മൾ നിക്ഷിപ്തമാണ്. അടുത്ത പ്രാവശ്യത്തേക്ക് ജനവിധിയുടെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ 5 വർഷം കൂടി കാത്തിരിക്കണം. ആ 5 വർഷത്തിന് മുമ്പേ നമുക്ക് ഇപ്പോൾ ഒരവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ആരാണ് യഥാർത്ഥ ശക്തി എന്നത് രാഷ്ട്രീയക്കാരനും മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കുമാണ് ശക്തമായ കാൽവെപ്പ് വെച്ച് നീട്ടാനുള്ളത്. നമ്മുടെ ഇടയിൽ നിന്നാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും സമ്മതിദാനാവകാശത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാനുള്ളത്. നമ്മൾ ഒന്നും ആലോചിക്കാതെ ആയിരിക്കരുത് ബൂത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. നമ്മൾ കണ്ട സ്ഥാനാർത്ഥികളും നമ്മൾ പരിചരിച്ച രാഷ്ട്രീയ നേതൃത്വവും നമ്മൾ അറിയുന്ന രാഷ്ട്രീയ പാർട്ടികളും ഓരോരുത്തരും സ്വയം തീരുമാനിക്കട്ടെ. ആ തീരുമാനത്തിൽ സത്യമുണ്ടായിരിക്കട്ടെ, നന്മയുണ്ടായിരിക്കട്ടെ, ജനസേവനത്തിന്റെ മഹനീയ മാതൃക പിന്തുടരാനുള്ള അവകാശം കൂടിയിരിക്കട്ടെ. ഇതിലൂടെ ആയിരിക്കട്ടെ പുതിയ ജനവിധി. അഴിമതിയില്ലാത്ത നല്ലൊരു ഭരണത്തിന് വേണ്ടി ഓരോരുത്തരും സ്വയം ആലോചിക്കുക. ജനസമക്ഷം പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ചൂടേറിയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ടാണ് സ്റ്റാർ വിഷന്റെ ജനസമക്ഷവും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നത്. സ്റ്റാർ വിഷന്റെ ജനസമക്ഷം പരിപാടിയിൽ അതിഥികളായി എത്തിയവർ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖരുമുണ്ടായിരുന്നു. മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, ഓരോരുത്തരെയും പേരെടുത്തിവിടെ പരാമർശിക്കുന്നില്ല. ഏതായാലും സ്റ്റാർ വിഷന്റെ ജനസമക്ഷ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തിനും മന്ത്രിമാർക്കും ഇതിനോട് സഹകരിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.